അലമാരിയുടെ ഈ ഒരു മൂലക്കിരിക്കുന്നുണ്ട്. കേറിട്ട് അപ്പം നമസ്കാരം ഇവിടെ സുഹൃത്തുക്കളെ. ഞാൻ നിൽക്കുന്നത് ഇവിടെ തൃശ്ശൂർ മുക്കാട്ടുകര തന്നെയാണ്. മുക്കാട്ടുകര നമുക്ക് കുറെ കാലങ്ങളായിട്ട് പരിചയമുള്ള മേരിമാത മെഡിക്കൽസിന്റെ ഓണർ വീട്ടിലാണ്, രാജേട്ടൻ്റെ. അപ്പോൾ ഇവിടെ സംബന്ധിച്ചാൽ ഇവരുടെ ബെഡ്റൂമിൽ ഒരു വാർഡ്രോബ് പണിത് വെച്ചിട്ടുണ്ട്, അലമാര പണിത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലാണ് ഇവർ കണ്ടത്. തുറന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സുകളുണ്ട്, എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നപ്പോഴാണ് പാമ്പിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. മുകളിലൊരു ഓട്ടുണ്ടെന്നാണ് രാജേട്ടൻ പറയണേ, അല്ലേ? മുകളിലൊരു ഓട്ടുണ്ടെന്നാണ് പറയണേ. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു എയർ ഹോൾ വഴി കടന്ന് ഉള്ളിൽ കയറിയതായിരിക്കാം, അല്ലാതെ മുകളിൽ നിന്ന് ഇങ്ങനെ കയറാനായിട്ട് അവർക്ക് അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ ഞാനിപ്പോൾ നോക്കി, സംഭവം ചെറിയൊരു ചേരയുടെ കുഞ്ഞാണ്, അത് പേടിക്കാനൊന്നുമില്ല. ഞാൻ ചുമര് പാമ്പ് സാധാരണ ഇങ്ങനെ അലമാരയുടെ ഉള്ളിലൊക്കെ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ചേരയുടെ കുഞ്ഞാണ്. അപ്പം നമുക്ക് എന്തായാലും അതിനെ എടുക്കാം. ഞാൻ കാണിച്ചു തരാം എവിടെ ഇരിക്കണേ എന്നുള്ളത്. അലമാരിയുടെ ഈ ഒരു മൂലക്കിരിക്കുന്നുണ്ട്. അത്ര എളുപ്പമൊന്നുമില്ല, ചെറിയൊരു ചേരയാണ്. മുകളിൽ ഹോൾ, ഇതിനുള്ളിൽ ഈ ഹോളൊന്ന് ഈ ഒരു ഹോളല്ലേ. അപ്പോൾ കേറിട്ട് അപ്പോൾ സംഭവം ഞാനതിനെ തൊടാതെ പതുക്കി പൈപ്പിൻ്റെ അകത്തേക്ക് കയറി പെട്ടെന്ന് അങ്ങോട്ട് ചാടിയപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, ഞാൻ മാത്രം ഓടാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഉള്ളവരൊക്കെ ഓടി. അതുകൊണ്ട് ആ പൈപ്പിലേക്ക് കയറ്റണം ഭാഗം കിട്ടിയിട്ടുണ്ടെന്നില്ല. താഴേക്ക് ചാടി നമ്മൾ അവിടെ പൈപ്പിനകത്തേക്ക് ആക്കി. അപ്പോൾ സംഭവം ഇങ്ങനെയും കയറാം. കാരണം വെച്ചാൽ ഇത്രയും അടച്ചുറപ്പുള്ള ഈ ഒരു ഷെൽഫിനകത്ത് പാമ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ പതുക്കെ ഇപ്പം മുകളിലെ എയർ ഹോള് വഴി കയറി അവർ അവിടെ മുകളിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഉള്ളിൽ കയറിയതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെറിയ ഗ്യാപ്പിങ് കൂടെയും പാമ്പ് കയറാൻ സംഭവം. ചേരയാണെങ്കിലും ആളുകൾക്ക് പേടിക്കാനത് മതി. ഇപ്പം തന്നെ ഇത് പതുക്കെ ചാടിയപ്പോൾ ഈ വീട്ടുകാരെല്ലാവരും പുറത്തേക്ക് ഓടി. അതുകൊണ്ടാണ് ആ റെസ്ക്യൂ ചെയ്യുന്ന ഭാഗം കിട്ടാൻ. അപ്പം എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ അതിൻ്റെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് ബി ജോജു സൈനിങ് ഓഫ്.